ഹലോ എവരി വൺ, ഞാൻ നിസാന. ഞാൻ റീസെന്റ് ആണ് DHA ഫാർമസി എക്സാം പാസ്സായത്. ബിഗ് താങ്ക്സ് ടു അഡ്വഞ്ചർ ടീം, ഡോക്ടർ ആൻഡ്രൂ സാർ, റിഹാനത്ത് മാം. റിഹാനത്ത് മാമിന് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. കാര്യം എൻ്റെ എക്സാമിന്റെ തലേ ദിവസവും ഞാൻ മാമിനെ അത്രയും വിളിച്ച് ശല്യം ചെയ്തിരുന്നു. മാം ഒരു മടിയും കൂടാതെ എനിക്ക് എല്ലാ ആൻസേഴ്സും അപ്ഡേറ്റ് ചെയ്ത് തന്നിരുന്നു. സോ ബിഗ് താങ്ക്സ് ടു റിഹാനത്ത് മാം. പിന്നെ ആൻഡ്രൂ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാറിന്റെ ക്ലാസ് ഒരു കുഞ്ഞു കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് സാർ ക്ലാസ് എടുത്തിട്ടുള്ളത്. സാറിന്റെ ക്ലാസ്സിൽ എപ്പോഴും കണക്റ്റഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും പെട്ടെന്ന് മെഡിസിൻസ് റിമൈൻഡ് ചെയ്യാനും ഒക്കെ ഈസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ബിഗ് താങ്ക്സ് ടു ആൻഡ്രൂ സാർ. എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് എക്സാം പൊതുവേ കുറച്ച് ടഫ് ആയിരുന്നു. എന്നാലും ഞാൻ ക്രാഷ് കോഴ്സ് ഇമ്പോർട്ടൻറ്റ് ഫൈനൻസ് റീസെന്റ് ആഡഡ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് തറവായിട്ട് നോക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ എനിക്ക് എക്സാം പാസ്സാവാൻ പറ്റി. എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനടുത്ത് എനിക്ക് പറയാനുള്ളത്, ആൻഡ്രൂ സാറിന്റെ ക്ലാസ്സിലെല്ലാം അറ്റൻഡ് ചെയ്യുക. ഇമ്പോർട്ടൻറ്റ് ഫയൽസ്, റീസെന്റ് ആഡഡ് ക്വസ്റ്റ്യൻസും ക്രാഷ് കോഴ്സും തറവായിട്ട് പഠിക്കുക. എക്സാം കഴിഞ്ഞ സ്റ്റുഡൻസ് റീസെന്റ് ആഡഡ് ഗ്രൂപ്പിലിടുന്ന ക്വസ്റ്റ്യൻസ്, കാൽക്കുലേഷൻസ് അതെല്ലാം നിങ്ങൾ മസ്റ്റായിട്ട് നോക്കുക. എനിക്കൊരു 50 മാർക്കോളം കാൽക്കുലേഷൻസ് ഉണ്ടായിരുന്നു. എക്സാമിന് എല്ലാ ക്വസ്റ്റ്യൻസും നന്നായി വായിച്ച് അർത്ഥം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആൻസേഴ്സ് ചെയ്യുക. പിന്നെ എനിക്കൊരു സജഷൻ ആയിട്ട് പറയാനുള്ളത്, നിങ്ങളുടെ കാൽക്കുലേഷൻസ് ഒന്നും ഫസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്, ലാസ്റ്റ് ചെയ്യുക. ലാസ്റ്റ് നമുക്കൊരു 1 hour, ഹാഫ് അവർ ഒക്കെ ടൈം കിട്ടും. ആ ടൈമിൽ നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ടൈം പോകുന്നത് അറിയത്തില്ല. സാധാരണ ഉള്ള ആൻസേഴ്സ് ചെയ്തതിന് ശേഷം മാത്രം കാൽക്കുലേഷൻസ് ചെയ്യുക. അതായിരിക്കും ബെറ്റർ. എക്സാം എഴുതാൻ പോകുന്നതും പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.